ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലേൺ. നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾ വെച്ചിട്ട് ഒരു കറി ആയാലോ. 1/2 കപ്പ് പരിപ്പ്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്തിട്ട് ഒരു കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടി റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 5 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയാണ് കറിയിലെ മെയിൻ താരം വരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ ഉണ്ടാകുന്ന മുരിങ്ങയില കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ മടിയായിരിക്കും, പക്ഷേ ഇതിൻ്റെ പോഷക ഗുണങ്ങൾ വളരെ വലുതാണ്. മുരിങ്ങയില ഒരു പോഷക സമ്പന്നമായ ഭക്ഷണമാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനത്തിന് സഹായിക്കാനും നമ്മുടെ എല്ലുകളുടെയും ചർമ്മത്തിൻ്റെയും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. ഇതിൽ വിറ്റാമിൻ എ, സി, B6, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, പ്രോട്ടീൻ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 3 വിസിലാണ് കുക്കറിൽ വന്നത്. അപ്പോൾ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ബാക്കി ഒന്ന് നമുക്ക് കയ്യിൽ കൊണ്ട് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. കറിക്കൊരു കുറുകിയ കറിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് മുരിങ്ങയില വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയില ഇലവർഗ്ഗം ആയതുകൊണ്ട് തന്നെ അധികമൊന്നും വേവാൻ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒരു 1-2 പ്രാവശ്യം നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും ഇല വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് പച്ച തേങ്ങ അരച്ചതുകൊണ്ട് തന്നെ ഒരുപാട് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി വയ്ക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കറി വറവിട്ടെടുക്കാം. ആ ചെറിയുള്ളിയുടെ ഒരു മണം കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ മുരിങ്ങയില ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഈ ഒരു കറിയും കൂടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ വെറുതെ പറയല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് അറിയിക്കുക കേട്ടോ. നിങ്ങൾ ചെയ്തു നോക്കൂ, അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. വളരെ എളുപ്പമാണ്, കുറഞ്ഞൊരു സമയം കൊണ്ട് തന്നെ ഈ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. പുതിയ പുതിയ വീഡിയോസ് പുറകെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.